ഇന്ന് ഞാൻ പഠിച്ചത് വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 151, 152, 153, 154 എന്നീ 4 വചനങ്ങളാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കമാ അർസൽനാ ഫീക്കും റസൂലൻ മിൻകും യത്ലു അലൈക്കും ആയാതിനാ വയുസക്കീക്കും വയുഅല്ലിമുക്കുമുൽ കിതാബ വൽ ഹിക്മത വയുഅല്ലിമുക്കും മാ ലം തകൂനു തഅലമൂൻ. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കുകയും നിങ്ങളെ സംശുദ്ധരാക്കുകയും നിങ്ങൾക്ക് വേദവും തത്വജ്ഞാനവും പഠിപ്പിച്ചു തരികയും നിങ്ങൾക്ക് അറിവില്ലാത്തത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരികയും ചെയ്യുന്ന ഒരു ദൂതനെ നിങ്ങളിലേക്ക് നാം നിയോഗിച്ചതുപോലെ തന്നെയാകുന്നു ഇതും. ഫദ്കുറൂനി അദ്കുർക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. ആകയാൽ എന്നെ നിങ്ങൾ ഓർക്കൂ, നിങ്ങളെ ഞാനും ഓർക്കാം. എന്നോട് നിങ്ങൾ നന്ദി കാണിക്കൂ, നിങ്ങൾ എന്നോട് നന്ദികേട് കാണിക്കരുത്. യാ അയ്യുഹല്ലദീന ആമനു സ്തഈനു ബിസ്സബ്രി വസ്സലവാതി ഇന്നല്ലാഹ മഹസ്സാബിരീൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ സഹനവും നമസ്കാരവും കൊണ്ട് സഹായം തേടുക. തീർച്ചയായും അല്ലാഹു ക്ഷമാശീലരോടൊപ്പമാകുന്നു. വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാതും ബൽ അഹ്യാഉൻ വലാകിൻ ലാ തശ്ഉറൂൻ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്നവരെക്കുറിച്ച് മരണപ്പെട്ടവർ എന്ന് നിങ്ങൾ പറയരുത്, എന്നാൽ അവരാകുന്നു ജീവിക്കുന്നവർ, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. രണ്ടാമത്തെ അധ്യായത്തിലെ 126 മുതൽ 129 വരെയുള്ള സൂക്തങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥന മക്ക നഗരിക്കു വേണ്ടിയുള്ളതായിരുന്നു. അതിനെ നിർഭയത്വമുള്ള നാടാക്കാനും അവിടുത്തുകാർക്ക് ഭക്ഷ്യവിഭവങ്ങൾ ലഭ്യമാക്കാനും വേണ്ടി. മറ്റൊരു പ്രാർത്ഥന മക്കക്കാരിലേക്ക് അവരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ നിയോഗിക്കാൻ വേണ്ടിയായിരുന്നു. മക്കയിലെ പവിത്രവും പുരാതനവുമായ മസ്ജിദിനെ സ്ഥിരം കിബിലയാക്കിയതിലൂടെ വിശ്വാസികൾക്ക് അള്ളാഹു അനുഗ്രഹം നിറവേറ്റി തന്നതിനെ സംബന്ധിച്ചാണ് രണ്ടാമത്തെ അധ്യായത്തിലെ 150 സൂക്തത്തിൽ പരാമർശിച്ചത്. അതുപോലെ മഹത്തായ ആദർശം പ്രബോധനം ചെയ്യാൻ മക്കക്കാരിൽ നിന്ന് ഒരു റസൂലിനെ തെരഞ്ഞെടുത്ത് നിയോഗിച്ചതിലൂടെ അള്ളാഹു മാനവരാശിക്ക് അപാരമായ അനുഗ്രഹം നൽകിയതിനെ സംബന്ധിച്ചാണ് രണ്ടാമത്തെ അധ്യായത്തിലെ 151 സൂക്തത്തിലെ പരാമർശം. റസൂലും മിൻകും, നിങ്ങളിൽ നിന്നുള്ള ദൂതൻ എന്ന പ്രയോഗം 2 ആശയങ്ങളെ സംബന്ധിച്ച് സൂചന നൽകുന്നു. ഒന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കക്കാർക്ക് സുപരിചിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിശ്വസ്തതയും സത്യസന്ധതയും ആത്മാർത്ഥതയും സ്വഭാവ മഹിമയും അവർക്കിടയിൽ പരക്കെ അംഗീകരിക്കപ്പെട്ടിരുന്നു. 9-ാമത്തെ അധ്യായത്തിലെ 128-ാമത്തെ വചനം ഇങ്ങനെയാണ്: തീർച്ചയായും നിങ്ങൾക്കിതാ നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതൻ വന്നിരിക്കുന്നു. നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്തവനും നിങ്ങളുടെ കാര്യത്തിൽ അതീവ തൽപരനും സത്യവിശ്വാസികളോട് അത്യന്തം ദയാലുവും കാരുണ്യവാനുമാകുന്നു അദ്ദേഹം. 2 മനുഷ്യർക്ക് സത്യവിശ്വാസവും സന്മാർഗിക ജീവിതവും വ്യക്തമാക്കി കൊടുക്കാൻ മലക്കിനെയോ ജിന്നിനെയോ അല്ല, മനുഷ്യരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഉത്തമ ദൂതനെ തന്നെയാണ് നിയോഗിക്കേണ്ടത്. അത്യുന്നതനായ ദൈവം ഒരു ദൂതനെ അയക്കുകയാണെങ്കിൽ ഒരു മലക്കിനെയാണ് അയക്കേണ്ടത് എന്ന വാദം ഒട്ടും ന്യായമല്ല. 17-ാമത്തെ അധ്യായത്തിലെ 94-95 വചനങ്ങൾ ഇങ്ങനെയാണ്: നിങ്ങൾക്ക് സന്മാർഗം വന്നപ്പോൾ അവർ അത് വിശ്വസിക്കുന്നതിന് തടസ്സമായത് അള്ളാഹു ദൂതനായി നിയോഗിച്ചത് ഒരു മനുഷ്യനെയാണോ എന്ന അവരുടെ വാക്ക് മാത്രമായിരുന്നു. നീ പറയുക, ഭൂമിയിലുള്ളത് ശാന്തരായി നടന്നു പോകുന്ന മലക്കുകളായിരുന്നെങ്കിൽ അവരിലേക്ക് ആകാശത്ത് നിന്ന് ഒരു മലക്കിനെ തന്നെ നാം ദൂതനായി ഇറക്കുമായിരുന്നു.
യത്ലു അലൈക്കും ആയാത്തിന എന്നതിന് ആ ദൂതൻ നിങ്ങൾക്ക് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു തരും എന്നും നിങ്ങൾക്ക് നമ്മുടെ വചനങ്ങൾ പാരായണം ചെയ്തു കേൾപ്പിക്കും എന്നും അർത്ഥമാകാം. ദൃഷ്ടാന്തങ്ങൾ എന്നാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെയും രക്ഷാകർതൃത്വത്തിൻ്റെയും നടപടിക്രമങ്ങളുടെയും മറ്റും തെളിവുകൾ. ഇത്തരം തെളിവുകൾ ഉൾക്കൊള്ളുന്ന ഖുർആൻ സൂക്തങ്ങൾ അനേകമുണ്ട്. അവ ഓതിക്കേൾപ്പിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം നടത്തിയിട്ടുണ്ട്. ഖുർആൻ സൂക്തങ്ങൾ ഉദ്ധരിച്ചു കൊണ്ടല്ലാതെയും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിലേക്ക് അദ്ദേഹം ജനങ്ങളെ ശ്രദ്ധ തിരിച്ചിട്ടുണ്ട്. ഗ്രഹണ നമസ്കാരത്തോടനുബന്ധിച്ചുള്ള ഉത്ബോധനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞതായി ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. തീർച്ചയായും സൂര്യനും ചന്ദ്രനും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട രണ്ടെണ്ണമാകുന്നു. ആരുടെയെങ്കിലും മരണമോ ജീവിതമോ നിമിത്തം അവയ്ക്ക് ഗ്രഹണമുണ്ടാവുകയില്ല. നിങ്ങൾ അത് കണ്ടാൽ അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും അവൻ്റെ മഹത്വം വാഴ്ത്തുകയും ദാനം നൽകുകയും നമസ്കരിക്കുകയും ചെയ്യുക. യുസക്കീക്കും അദ്ദേഹം നിങ്ങളെ സംശുദ്ധരാക്കും എന്ന വാക്കിൻ്റെ അർത്ഥപരിധിയിൽ വിശ്വാസത്തിലെ കളങ്കങ്ങൾ നീക്കലും മനസ്സിനെ ദുഷിച്ച ചിന്തകളിൽ നിന്ന് ശുദ്ധീകരിക്കലും അപവാദം, പരദൂഷണം, ഏഷണി, അശ്ലീലം എന്നിവയിൽ നിന്ന് സംസാരത്തെ മുക്തമാക്കലും സ്വഭാവ സംസ്കരണവും ഉൾപ്പെടുന്നു. 5-ാമത്തെ അധ്യായത്തിലെ 90-ാമത്തെ വചനം ഇങ്ങനെയാണ്: സത്യവിശ്വാസികളെ, മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും പ്രശ്നം വെച്ച് നോക്കാനുള്ള അമ്പുകളും പൈശാചികമായ മ്ലേച്ഛവൃത്തി മാത്രമാകുന്നു. അതിനാൽ അതൊക്കെ വർജിക്കുക, നിങ്ങൾക്ക് വിജയം വരിക്കാം. 22-ാമത്തെ അധ്യായത്തിലെ 30-ാമത്തെ വചനം ഇങ്ങനെയാണ്: ആകയാൽ വിഗ്രഹങ്ങളാകുന്ന മാലിന്യത്തിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കുക, വ്യാജവാക്കിൽ നിന്നും നിങ്ങൾ അകന്നു നിൽക്കുക. യുസക്കി എന്ന പദത്തിന് വളർച്ച അഥവാ വികാസം ഉണ്ടാക്കും എന്ന് അർത്ഥമുണ്ട്. ശുദ്ധീകരണവും വികസനവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ഒരാൾ തൻ്റെ വാഗ്, വിചാര, കർമ്മങ്ങളെ ആകെ സംശുദ്ധമാക്കിയാൽ ജീവിതത്തിൻ്റെ സർവ്വതലങ്ങളിലും പുരോഗതിയും വികാസവും ഉണ്ടാകുമെന്നാണ് അനുഭവങ്ങൾ തെളിയിക്കുന്നത്. ജനങ്ങൾക്ക് വേദഗ്രന്ഥം പഠിപ്പിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാധാന്യപൂർവ്വം നിർവഹിച്ച ദൗത്യമാണ്. അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം നിർവഹിച്ചത്. 16-ാമത്തെ അധ്യായത്തിലെ 44-ാമത്തെ വചനം ഇങ്ങനെയാണ്: നിനക്ക് നാം ഉത്ബോധനം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. ജനങ്ങൾക്കായി അവതരിപ്പിക്കപ്പെട്ടത് നീ അവർക്ക് വിവരിച്ചു കൊടുക്കാൻ വേണ്ടിയും അവർ ചിന്തിക്കാൻ വേണ്ടിയാകുന്നു. അത് 16-ാമത്തെ അധ്യായത്തിലെ 64-ാമത്തെ വചനം ഇങ്ങനെയാണ്: അവർ ഏതൊരു കാര്യത്തിൽ ഭിന്നിച്ചു പോയിരിക്കുന്നുവോ അത് അവർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയും വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് മാർഗദർശനവും കാരുണ്യവും ആയിക്കൊണ്ട് മാത്രമാണ് നിനക്ക് നാം വേദഗ്രന്ഥം അവതരിപ്പിച്ചു തന്നത്. ഖുർആൻ ഓരോ ഭാഗം അള്ളാഹു അദ്ദേഹത്തിന് അവതരിപ്പിച്ചു കൊടുക്കുമ്പോഴും അദ്ദേഹം അത് അനുചരന്മാർക്ക് പാരായണം ചെയ്ത് കേൾപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർക്ക് വിവരിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജുമാ ഖുതുബകളിൽ മറ്റു പ്രസംഗങ്ങളും ഖുർആൻ സൂക്തങ്ങൾ പാരായണം ചെയ്തു കേൾപ്പിച്ചും കൊണ്ടുള്ള പ്രബോധനങ്ങളുമായിരുന്നുവെന്ന് പ്രബലമായ ഹദീസുകളിൽ നിന്ന് ഗ്രഹിക്കാം. ഹിക്മത്ത് എന്ന പദം കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് കേവലമായ അറിവിനുപരിയായി വസ്തുതകളുടെയും സൂക്ഷ്മവശങ്ങളെയും അഗാധതലങ്ങളെയും അവയുടെ പൊരുളിനെയും അവയിൽ അന്തർഭവിച്ച തത്വങ്ങളെയും സംബന്ധിച്ച് ജ്ഞാനമാകുന്നു പലരും തർജ്ജമ നൽകാറുള്ളത് തത്വജ്ഞാനമെന്നാണ്. 2-ാമത്തെ അധ്യായത്തിലെ 269-ാമത്തെ വചനം ഇങ്ങനെയാണ്: താൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ഹിക്മ, അതായത് തത്വജ്ഞാനം നൽകുന്നു. ഏതൊരുവിന് തത്വജ്ഞാനം നൽകുന്നുവോ അവന് വർദ്ധിതമായ നേട്ടമാണ് നൽകുന്നത്. എന്നാൽ ബുദ്ധിശാലികൾ മാത്രമേ ശ്രദ്ധിച്ചു മനസ്സിലാക്കുകയുള്ളൂ. 38-ാമത്തെ അധ്യായത്തിലെ 20-ാമത്തെ വചനം ഇങ്ങനെയാണ്: അദ്ദേഹത്തിൻ്റെ, അതായത് ദാവൂദ് നബിയുടെ ആധിപത്യം നാം സുശക്തമാക്കുകയും അദ്ദേഹത്തിന് നാം തത്വജ്ഞാനവും തീർപ്പ് കൽപ്പിക്കാൻ വേണ്ട സംസാര വൈഭവവും നൽകുകയും ചെയ്തു. വേദഗ്രന്ഥത്തിന് പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഹിക്മ കൊണ്ട് വിവക്ഷിക്കപ്പെട്ടത് സുന്നത്ത് അഥവാ നബിചര്യയാണെന്ന് ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ
അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും പ്രവൃത്തികളും അദ്ദേഹം അംഗീകരിച്ച കാര്യങ്ങളും നബിചര്യയിൽ ഉൾപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും നടപടികളും തത്വജ്ഞാനത്തിൽ അധിഷ്ഠിതമാണെന്നതിൽ സംശയമില്ല. എന്നാൽ ഹിക്മയുടെ അർത്ഥ പരിധിയിൽ നബിചര്യ മാത്രമേ ഉൾപ്പെടുകയുള്ളൂവെന്ന് പറയാൻ അനിഷേധ്യമായ തെളിവൊന്നും കാണുന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ അഭിസംബോധരെ പഠിപ്പിച്ച മതാധ്യാപനങ്ങളിൽ പലതും മുമ്പ് അവർക്ക് അറിയാത്തതായിരുന്നു. അള്ളാഹു വഹി, അതായത് ബോധനം നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അത് അറിയാൻ കഴിയുമായിരുന്നില്ല. 42-ാമത്തെ അധ്യായത്തിലെ 52-ാമത്തെ വചനം ഇങ്ങനെയാണ്: അപ്രകാരം നാം തന്നെ നിനക്ക് നമ്മുടെ കൽപ്പനയിൽ ഒരു ചൈതന്യവത്തായ സന്ദേശം നാം ബോധനം ചെയ്തിരിക്കുന്നു. വേദഗ്രന്ഥമോ സത്യവിശ്വാസമോ എന്തെന്ന് നിനക്ക് അറിയുമായിരുന്നില്ല, പക്ഷേ അതിനെ നാം പ്രകാശമാക്കിയിരിക്കുന്നു. നമ്മുടെ ദാസന്മാരിൽ നിന്ന് നാം ഉദ്ദേശിക്കുന്നവർക്ക് അത് മുഖേന നാം നേർവഴി കാണിക്കുന്നു. തീർച്ചയായും നീ നേരായ പാതയിലേക്കാണ് മാർഗദർശനം നൽകുന്നത്. സത്യവിശ്വാസിയുടെ ജീവിതമാകെ പ്രദീപ്തയും സംശുദ്ധവുമാകാൻ സഹായിക്കുന്ന 2 ഘടകങ്ങളെക്കുറിച്ചാണ് 2-ാമത്തെ അധ്യായത്തിലെ 152-ൽ പരാമർശിച്ചിട്ടുള്ളത്. ദിക്ർ ദൈവസ്മരണ, ശുക്ർ കൃതജ്ഞത എന്നിവയാണ് ആ ഘടകങ്ങൾ. അള്ളാഹുവേയും അവൻ്റെ ദൃഷ്ടാന്തങ്ങളെയും അനുഗ്രഹങ്ങളെയും നിയമനിർദ്ദേശങ്ങളെയും ഓർമ്മിക്കാൻ അള്ളാഹുവിൻ്റെ മഹത്വം എടുത്തു പറയൽ, അള്ളാഹുവേയും അവൻ്റെ മഹത് ഭാവങ്ങളെയും അവൻ്റെ മാർഗദർശനത്തിൻ്റെ വ്യതിരിക്തതയെയും മറ്റും സംബന്ധിച്ച് ഉത്ബോധനം നൽകൽ എന്നിവയെല്ലാം ദിക്റിൻ്റെ അർത്ഥപരിധിയിൽ ഉൾപ്പെടുന്നു. 3-ാമത്തെ അധ്യായത്തിലെ 191-ാമത്തെ വചനം ഇങ്ങനെയാണ്: നിന്നും ഇരുന്നും കിടന്നും അള്ളാഹുവെ ഓർമ്മിക്കുകയും അവകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നവരത്രേ അവർ. അവർ പറയും, ഞങ്ങളുടെ രക്ഷിതാവേ, നീ നിരർത്ഥകമായി സൃഷ്ടിച്ചതല്ല ഇത്. നീ എത്രയോ പരിശുദ്ധൻ. അതിനാൽ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ. 20-ാമത്തെ അധ്യായത്തിലെ 14-ാമത്തെ വചനം ഇങ്ങനെയാണ്: തീർച്ചയായും ഞാനാകുന്നു അള്ളാഹു, ഞാനല്ലാതെ യാതൊരു ആരാധ്യനുമില്ല. അതിനാൽ നീ എന്നെ ആരാധിക്കുകയും എന്നെ ഓർമ്മിക്കുന്നതിനായി നമസ്കാരം മുറപോലെ നിർവഹിക്കുകയും ചെയ്യുക. 29-ാമത്തെ അധ്യായത്തിലെ 45-ാമത്തെ വചനം ഇങ്ങനെയാണ്: തീർച്ചയായും നമസ്കാരം നീചവൃത്തിയിൽ നിന്നും നിഷിദ്ധ കർമ്മങ്ങളിൽ നിന്നും തടയുന്നു. അള്ളാഹുവെ ഓർമ്മിക്കുക എന്നത് ഏറ്റവും മഹത്തായ കാര്യം തന്നെയാകുന്നു. നിങ്ങൾ പ്രവർത്തിക്കുന്നതെന്തോ അത് അള്ളാഹു അറിയുന്നു. നമസ്കാരം ദിക്റിൻ്റെ 3 തലങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതായി ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും ഗ്രഹിക്കാം. 1. അള്ളാഹുവെ സംബന്ധിച്ച ഓർമ്മ. നമസ്കാരം മുറപ്രകാരം നിർവഹിക്കൽ പ്രചോദനമേകുന്നു. ജീവിത വ്യവഹാരങ്ങൾക്കിടയിൽ ആ ഓർമ്മ മങ്ങാതെ നിലനിൽക്കാൻ നമസ്കാരത്തിൻ്റെ ചൈതന്യം സഹായകമാവുകയും ചെയ്യുന്നു. 2. നമസ്കാരത്തിലെ ഖുർആൻ പാരായണവും പ്രാർത്ഥന കീർത്തനങ്ങളും കേവലമായ ഓർമ്മക്കപ്പുറം ചിന്തയെയും സംസാരത്തെയും അള്ളാഹുമായി ബന്ധിക്കുന്നു. 3. 5 നേരത്തെ നിർബന്ധ നമസ്കാരങ്ങളിൽ സുന്നത്ത് നമസ്കാരങ്ങളിലും അള്ളാഹുവിൻ്റെ വചനങ്ങൾ പാരായണം ചെയ്യുകയും അവനോടുള്ള പ്രതിജ്ഞ പുതുക്കുകയും അവനെ പ്രകീർത്തിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികൾ അള്ളാഹു കൽപ്പിച്ച നല്ല കാര്യങ്ങൾ ശരിയായി നിർവഹിക്കുകയും നിരോധിച്ച ചീത്ത കാര്യങ്ങൾ വർജിക്കുകയും ചെയ്യും. അതാണ് ജീവിത മേഖലകളിലാകെയുള്ള ദിക്റിൻ്റെ സ്വാധീനം. വിശുദ്ധ ഖുർആൻ്റെ ഗുണനാമങ്ങളിലൊന്ന് ദിക്ർ അഥവാ ഉത്ബോധനം എന്നാകുന്നു. 62-ാമത്തെ അധ്യായത്തിലെ 9-ാമത്തെ വചനം ഇങ്ങനെയാണ്: സത്യവിശ്വാസികളെ, വെള്ളിയാഴ്ച നമസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ അള്ളാഹുവെ സംബന്ധിച്ച സ്മരണയിലേക്ക് നിങ്ങൾ വേഗത്തിൽ വരികയും വ്യാപാരം ഒഴിവാക്കുകയും ചെയ്യുക. അതാണ് നിങ്ങൾക്ക് ഉത്തമം, നിങ്ങൾ കാര്യം മനസ്സിലാക്കുന്നുവെങ്കിൽ. നമസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ ദിക്റുല്ലാഹിലേക്ക് വേഗം വരണം എന്ന് പറഞ്ഞതിൽ നിന്ന് അള്ളാഹുവിൻ്റെ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉത്ബോധനം നടത്തുന്ന കുത്തുബ ശ്രദ്ധിച്ചു കേൾക്കാൻ വേഗം വരണം എന്നാണ് മനസ്സിലാക്കാവുന്നത്.
ദൈവസ്മരണയിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുന്നതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഖുർആൻ താക്കീത് നൽകിയിട്ടുണ്ട്. 20-ാമത്തെ അധ്യായത്തിലെ 124-ാമത്തെ വചനം ഇങ്ങനെയാണ്: എൻ്റെ ഉത്ബോധനത്തെ വിട്ട് വല്ലവനും തിരിഞ്ഞു കളയുകയാണെങ്കിൽ തീർച്ചയായും അവന് ഇടുങ്ങിയ ഒരു ജീവിതമാണുണ്ടായിരിക്കുക. ഉയിർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ അവനെ നാം അന്ധനായ നിലയിൽ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുന്നതുമാകുന്നു. 13-ാമത്തെ അധ്യായത്തിലെ 28-ാമത്തെ വചനം ഇങ്ങനെയാണ്: ശ്രദ്ധിക്കുക, അള്ളാഹുവെക്കുറിച്ച് ഓർമ്മ കൊണ്ടത്രേ മനസ്സുകൾ ശാന്തമായി തീരുന്നത്. 20-ാമത്തെ അധ്യായത്തിലെ 52-ാമത്തെ വചനം ഇങ്ങനെയാണ്: അദ്ദേഹം പറഞ്ഞു, അവരെ സംബന്ധിച്ചുള്ള അറിവ് എൻ്റെ രക്ഷിതാവിങ്കൽ ഒരു രേഖയിലുണ്ട്. എൻ്റെ രക്ഷിതാവ് പിഴച്ചു പോവുകയില്ല, അവൻ മറന്നു പോവുകയും ഇല്ല. 45-ാമത്തെ അധ്യായത്തിലെ 34-ാമത്തെ വചനം ഇങ്ങനെയാണ്: അവരോട് പറയപ്പെടും, നിങ്ങളുടെ ഈ ദിവസത്തെ കണ്ടുമുട്ടുന്നത് നിങ്ങൾ മറന്നതുപോലെ ഇന്ന് നിങ്ങളെ നാം മറന്നു കളയുന്നു. നിങ്ങളുടെ വാസസ്ഥലം നരകമാകുന്നു, നിങ്ങൾക്ക് സഹായികളാരും ഇല്ലതാനും. അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അപാരമായ അനുഗ്രഹങ്ങൾക്ക് വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും നന്ദി പ്രകടിപ്പിക്കുന്നതിനാണ് ശുക്ർ എന്ന് പറയുന്നത്. അതിൻ്റെ വിപരീതമാണ് കുഫർ അഥവാ നന്ദികേട്. 31-ാമത്തെ അധ്യായത്തിലെ 12-ാമത്തെ വചനം ഇങ്ങനെയാണ്: ലുക്മാന് ഞാൻ തത്വജ്ഞാനം നൽകുകയുണ്ടായി, നീ അള്ളാഹുവോട് നന്ദി കാണിക്കുക. ആര് നന്ദി കാണിച്ചാലും തൻ്റെ ഗുണത്തിനു തന്നെയാകുന്നു അവൻ നന്ദി കാണിക്കുന്നത്. വല്ലവനും നന്ദികേട് കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു പരാശ്രയ മുക്തനും സ്തുത്യർഹനുമാകുന്നു എന്ന്. നമസ്കാരവും സക്കാത്തും വ്രതവും ഹജ്ജും പോലുള്ള ആരാധനകൾ മുറപ്രകാരം നിർവഹിക്കാനും വ്യക്തിപരവും സാമൂഹികവുമായ ധാർമ്മിക ബാധ്യതകൾ നിർവഹിക്കാനും അള്ളാഹു വിലക്കിയ ദുർവൃത്തികളും ദുസ്വഭാവങ്ങളും ദുശ്ശീലങ്ങളും വർജിക്കാനും ക്ഷമാശീലരായ മനുഷ്യർക്ക് മാത്രമേ സാധിക്കൂ. ധർമ്മസമര രംഗത്ത് പതറാതെ ഉറച്ചു നിൽക്കാനും ക്ഷമ അനുപേക്ഷ്യമാകുന്നു. 19-ാമത്തെ അധ്യായത്തിലെ 65-ാമത്തെ വചനം ഇങ്ങനെയാണ്: ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയ്ക്കിടയിലുള്ളതിൻ്റെയും രക്ഷിതാവത്രേ അവൻ. അതിനാൽ താങ്കൾ അവനെ ആരാധിക്കുകയും അവനുള്ള ആരാധനയിൽ ക്ഷമയോടെ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. അവന് പോരാത്ത ആരെങ്കിലും നിനക്കറിയാമോ? 20-ാമത്തെ അധ്യായത്തിലെ 132-ാമത്തെ വചനം ഇങ്ങനെയാണ്: നിന്റെ കുടുംബത്തോട് നീ നമസ്കരിക്കാൻ കൽപ്പിക്കുകയും അതിൽ, അതായത് നമസ്കാരത്തിൽ, നീ ക്ഷമാപൂർവം ഉറച്ചു നിൽക്കുകയും ചെയ്യുക. 3-ാമത്തെ അധ്യായത്തിലെ 200-ാമത്തെ വചനം ഇങ്ങനെയാണ്: സത്യവിശ്വാസികളെ, നിങ്ങൾ ക്ഷമിക്കുകയും ക്ഷമയിൽ മികവ് കാണിക്കുകയും പ്രതിരോധ സന്നദ്ധരായിരിക്കുകയും അള്ളാഹുവെ സൂക്ഷിക്കുകയും ചെയ്യുക. നിങ്ങൾ വിജയിച്ചേക്കാം. നിശ്ചിത സമയങ്ങളിൽ മുറപ്രകാരം മനസാന്നിധ്യത്തോടും ഭക്തിയോടും കൂടെ നമസ്കാരം നിർവഹിക്കുന്നത് ഇഹത്തിലും പരത്തിലും അള്ളാഹുവിൻ്റെ സഹായവും അനുഗ്രഹവും ലഭിക്കാൻ നിമിത്തമായി തീരും. ക്ഷമയും സഹനവും വ്യവസ്ഥാപിതമായ പ്രാർത്ഥനയും കൂടുമ്പോൾ സത്യവിശ്വാസിക്ക് അനിതരമായ ആത്മവിശുദ്ധിയും ആത്മീയ ഔന്നത്യവും കൈവരുന്നു. അതവനെ ദൈവിക സഹായത്തിന് അർഹനാക്കി തീർക്കുന്നു. 23-ാമത്തെ അധ്യായത്തിലെ 1-2 വചനങ്ങൾ ഇങ്ങനെയാണ്: നിങ്ങളുടെ നമസ്കാരത്തിൽ ഭക്തിയുള്ളവരായ സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. സത്യവിശ്വാസികളുടെ ക്ഷമയും സഹനശക്തിയും ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കപ്പെടുന്ന സന്ദർഭമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാട്ടം നടക്കുന്ന പടക്കളം. കണിശമായ ഏകദൈവ ആദർശം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഉന്മൂലന ഭീഷണി നേരിടുമ്പോൾ നിലനിൽപ്പിനും വിശ്വാസ സ്വാതന്ത്ര്യത്തിനും വേണ്ടി ജീവൻ മരണ പോരാട്ടം അനിവാര്യമായിത്തീരും. യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്നവർക്ക് ഒന്നുകിൽ നേടാനുള്ളത് ആദർശ സമൂഹത്തിൻ്റെ വിജയമാണ്, അല്ലെങ്കിൽ അനശ്വരമായ സൗഭാഗ്യത്തിലേക്ക് നയിക്കുന്ന രക്തസാക്ഷിത്വം.
രണ്ടായാലും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം ലഭിക്കാൻ ഉതകുന്ന കാര്യങ്ങൾ തന്നെ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്നവർക്ക് ആത്യന്തികമായി നഷ്ടം സംഭവിക്കുക പ്രശ്നമേ ഇല്ല. എന്നാൽ പരലോക വിശ്വാസമില്ലാത്തവർക്ക് രക്തസാക്ഷിത്വത്തിൻ്റെ മഹത്വം ഉൾക്കൊള്ളാനാവില്ല. അവരുടെ വീക്ഷണത്തിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവൻ സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്തിയവനാണ്, എന്നേക്കുമായി നശിച്ചവൻ. ബദറിലും ഉഹുദിലും മറ്റും രക്തസാക്ഷികളായ വിശ്വാസികളെ മുഹമ്മദിൻ്റെ വാക്കുകേട്ട് വെറുതെ ജീവിതം തുലച്ചവർ എന്ന് പറഞ്ഞ് എതിരാളികൾ പരിഹസിച്ചിരുന്നു. എന്നാൽ യാഥാർത്ഥ്യം അവരുടെ ധാരണയ്ക്ക് നേർ വിപരീതമാണെന്നും നിത്യജീവൻ നേടിയവരാകുന്നു രക്തസാക്ഷികളെന്നും 2-ാമത്തെ അധ്യായത്തിലെ 154 സൂക്തം വ്യക്തമാക്കുന്നു. മറ്റൊരു സൂക്തത്തിലും ഈ വിഷയം പരാമർശിച്ചിട്ടുണ്ട്. 3-ാമത്തെ അധ്യായത്തിലെ 169 വചനം: അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ മരിച്ചു പോയവരായി നീ ഗണിക്കരുത്, എന്നാൽ അവർ അവരുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാകുന്നു, അവർക്ക് ഉപജീവനം നൽകിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ മരിച്ചു പോയവരായി ഗണിക്കരുതെന്നും അവരെപ്പറ്റി അങ്ങനെ പറയരുതെന്നും വിലക്കിയിട്ടുണ്ട്. ഇത് അവർ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ പോലെയോ അതിനേക്കാൾ ഉപരിയായോ ലൗകിക വ്യവഹാരങ്ങൾ നടത്താൻ പ്രാപ്തരായിരിക്കും എന്നതുകൊണ്ടല്ലെന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ വിലയിരുത്തുന്നവർക്കെല്ലാം മനസ്സിലാക്കാം. ബദറിന് ശേഷമാണല്ലോ ഉഹുദ് യുദ്ധമുണ്ടായത്. ഉഹുദിൽ മുസ്ലിം പക്ഷത്തു നിന്നും 70 പേർ രക്തസാക്ഷികളാവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിക്കേൽക്കുകയും ഉണ്ടായി. യുദ്ധത്തിൻ്റെ ഗതി പ്രതികൂലമായപ്പോൾ ഉഹുദിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബികളോ ബദറിലെ രക്തസാക്ഷികളെ വിളിച്ച് സഹായം തേടുകയുണ്ടായില്ല. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും സച്ചരിതരായ ഖലീഫമാരുടെ കാലത്തും യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് തിരിച്ചടി നേരിട്ട സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും അവരാരും രക്തസാക്ഷികളെ വിളിച്ച് സഹായം തേടുകയോ അവരെ മധ്യവർത്തികളാക്കി പ്രാർത്ഥിക്കുകയോ ചെയ്തിട്ടില്ല. യുദ്ധരംഗത്ത് ഇടപെടാൻ കഴിയും വിധത്തിലുള്ള ഒരു ജീവിതം രക്തസാക്ഷികൾക്ക് ഉണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖലീഫമാരും അവരുടെ സഹായം തേടുമായിരുന്നു. രക്തസാക്ഷികളുടെ സ്വത്ത് അനന്തരാവകാശികൾ ഭാഗിച്ചെടുക്കുന്നതും അവരുടെ ഭാര്യമാർ പുനർവിവാഹം ചെയ്യുന്നതുമൊക്കെ അവർക്ക് കുടുംബത്തിലും സ്വത്തുക്കളിലും ഇടപെടാൻ കഴിയുന്ന വിധത്തിലുള്ള ജീവിതം ഇല്ലെന്ന് ഉറപ്പായതുകൊണ്ടാണല്ലോ അവർ ജീവിച്ചിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ അടുക്കലാണെന്നും അവിടെയാണ് അവർക്ക് ഉപജീവനം നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമാണല്ലോ 3-ാമത്തെ അധ്യായത്തിലെ 169 സൂക്തത്തിൽ നിന്ന് ഗ്രഹിക്കാവുന്നത്. ആ ജീവിതത്തെയും ഉപജീവനത്തെയും സംബന്ധിച്ച വിശദാംശങ്ങൾ അറിയാൻ നമുക്ക് മാർഗമില്ലെങ്കിലും അത് ഭൗതിക ജീവിതത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണെന്നത് അവിതർക്കിതവും സംശയാതീതവുമാകുന്നു. 2-ാമത്തെ അധ്യായത്തിലെ 154 വലാകില്ല തഷ്ഹുറൂൻ എന്ന വാക്യാംശത്തിൽ നിന്ന് ഗ്രഹിക്കാവുന്നതും രക്തസാക്ഷികൾക്കുള്ള ജീവിതം നമ്മുടെ അറിവിൻ്റെ പരിധിക്ക് അപ്പുറത്താണെന്നത്രേ. അതിനാൽ രോഗികൾക്ക് ശമനം നൽകാനോ കഷ്ടപ്പെടുന്നവരുടെ ദുരിതങ്ങൾ അകറ്റാനോ രക്തസാക്ഷികൾക്ക് കഴിയുമെന്ന് വാദിക്കുന്നത് 2-ാമത്തെ അധ്യായത്തിലെ 154 സൂക്തത്തിന് തികച്ചും വിരുദ്ധമായ അവകാശവാദമാകുന്നു.